ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ വരാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ പമ്പ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഹൈ പ്രഷർ എങ്ങനെ എല്ലാ ടാപ്പുകളിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് പ്ലംബിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ് 2 എങ്കിലും മിനിമം 2 ഇഞ്ചെങ്കിലും അതിൽ 63 mm വരുന്ന രീതിയിലുള്ള 2 ഇഞ്ച് പൈപ്പെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. ആ കൊടുത്തിരിക്കുന്ന വാൽവാണ് ഈ കാണുന്നത്. മെയിനായിട്ട് വരുന്ന വാൽവാണ് കാണുന്ന നീല വാൽവ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് വാൽവ് നേരെ കണ്ടോ, ആ വാൽവ് വന്നിരിക്കുന്നത് ആ പൈപ്പ് 2 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്. മെയിൻ വാൽവ് താഴെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും നേരെ വന്നിരിക്കുന്ന പൈപ്പ് നേരെ താഴെ വന്നിട്ട് ബെൻഡിട്ട് തന്നെ കൊടുക്കണം. ഒരിക്കലും എൽബോട്ട് കൊടുക്കരുത്, കാരണം ഹൈ പ്രഷർ വരുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈ ബെൻഡ് തന്നെ കൊടുത്തതിന് ശേഷം അത് നിന്ന് ടീ ഇട്ട് കൊടുത്ത് എവിടേക്കാണ് കൊടുക്കേണ്ടത് അതെല്ലാം തന്നെ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ഏറ്റവും മുകളിൽ നിന്ന് വന്ന പൈപ്പുകളെല്ലാം തന്നെ 2 ഇഞ്ച് വന്നു. അത് അത്യാവശ്യം ഒരു 2 ഇഞ്ച് പൈപ്പ് തന്നെ കുറച്ച് ഒരു 2 മീറ്റർ 3 മീറ്ററൊക്കെ മാക്സിമം നീക്കിയിടുക. അത് 2 ഇഞ്ച് പൈപ്പ് തന്നെ നേരെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് വന്നിരിക്കുന്ന അടുത്ത ബാത്റൂം തുടങ്ങുന്ന അവിടെ നിന്ന് തൊട്ട് 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2 ഇഞ്ച് പൈപ്പ് വന്നു, ആ 2 ഇഞ്ച് പൈപ്പിൽ നിന്നും നേരെ വന്നിട്ട് വീണ്ടും അടുത്ത ബാത്റൂമിലേക്ക് കയറിയിരിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നേരെ പിന്നെ പോകുന്നത് 1.5 ഇഞ്ച് പൈപ്പാണ് പോകുന്നത്. ഈ 1.5 ഇഞ്ച് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ബാത്റൂമിൻ്റെ അടുത്ത് വരെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ പ്രഷർ എല്ലാ ബാത്റൂമിലും, അത് കൂടാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഷവറിലും റെയിൻ ഷവറിലാണെങ്കിൽ കൂടിയും നമുക്ക് ഹൈ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ആ സൈഡിൽ നമ്മൾ 1.5 ഇഞ്ച് പൈപ്പ് അറ്റം വരെ ആ ബാത്റൂമിൻ്റെ ഏറ്റവും അവസാനത്തെ ബാത്റൂമിൻ്റെ അറ്റം വരെ കൊടുത്തു. പിന്നെ അതിൽ നിന്ന് 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആ 1.5 ഇഞ്ച് പൈപ്പ് 2 ഇഞ്ച് പൈപ്പിനെ നേരെ കൊണ്ടുവന്ന് ഇവിടെ റെഡ്യൂസ് ചെയ്ത് തരാനുണ്ടോ. ഇതും 2 ഇഞ്ച് പൈപ്പ് നമ്മളിവിടെ റെഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 1.5 ഇഞ്ച് പൈപ്പ് തന്നെയാണ് അതിന് മുന്നായിട്ടൊരു ടാപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ടീ ഇട്ടതിന് ശേഷം 3/4 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളൊരു സിങ്കിന് വേണ്ടിയിട്ടാണ് ആ ടാപ്പ് കൺവേർട്ട് ചെയ്ത് കൊടുത്തു തൊട്ടടുത്ത് തന്നെ. അത് കൂടാതെ തന്നെ നേരെ ലോങ് പോകാനുള്ളതുകൊണ്ട് ആ 2 ഇഞ്ച് തന്നെ നേരെ വന്നിട്ട് 1.5 ഇഞ്ച് ആയിട്ട് റെഡ്യൂസ് ചെയ്തേക്കാണ് ചെയ്യുന്നത്. 1.5 ഇഞ്ചായിട്ട് പൈപ്പായിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് പൈപ്പ് തന്നെ വീണ്ടും പോവുകയാണ്. അതായത് എന്തോരം ലെങ്ത് ഉണ്ട് അത്രയും ലെങ്ത്തിലേക്ക് നമുക്ക് 1.5 ഇഞ്ച് റെഡ്യൂസ് കൊണ്ടുപോയി കണ്ടോ. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു സിങ്കിൻ്റെ ഏരിയയാണ് വരുന്നത്. അവിടെ നമ്മൾ 1.5 ഇഞ്ച് വീണ്ടും 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ 1 ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ പറയുന്ന നമുക്ക് അകത്തെ ബാത്റൂമുകളിലേക്കും കാര്യങ്ങളൊക്കെ, ഇവിടെ ഒരു ബാത്റൂമുണ്ട്, സിങ്ക് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 സിങ്ക് അകത്തുണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വീണ്ടും 1.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൽ നിന്നും വീണ്ടും 3/4 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ പറയുന്ന സിങ്കിലേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നേരെ പോകുന്ന വീണ്ടും 1 ഇഞ്ചായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നത്. ആ 1 ഇഞ്ച് തന്നെ പൈപ്പ് നേരെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടാപ്പുകളിലേക്ക് എല്ലാം വരുന്നത് 3/4 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. ആ 3/4 ഇഞ്ച് പൈപ്പ് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം നേരെ വരുന്നത് 1.5 ഇഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഇഞ്ച് പൈപ്പ് വരെ അവസാനിച്ചു. ആ 1 ഇഞ്ച് പൈപ്പ് നേരെ പോകുന്നത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ടാപ്പ്, പിന്നെ അവിടെ ഒരു ബാത്റൂമുണ്ട്, ഈ ബാത്റൂമിലേക്ക് നമ്മൾ എക്സ്ട്രാ ഫ്രണ്ടിലൊരു ബാത്റൂമുകളുടെ ഏരിയയിലുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് ഈ 1.5 ഇഞ്ച് വരെ കൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. അവിടെ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് നമുക്കൊരു ടാപ്പ് മാത്രമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ 1 ഇഞ്ചായിട്ട് വീണ്ടും റെഡ്യൂസ് ചെയ്താണ്. അതായത് 1.5 ഇഞ്ച് വന്നു, ആദ്യം 2 ഇഞ്ച് വന്നു, പിന്നെ 1.5 ഇഞ്ചായി, പിന്നെ റെഡ്യൂസ് ചെയ്ത് 1 ഇഞ്ചാക്കി, പിന്നെ അതിനുശേഷം റെഡ്യൂസ് ചെയ്ത് 3/4 ഇഞ്ച് പൈപ്പാക്കി. അങ്ങനെ ഏറ്റവും റെഡ്യൂസ് ചെയ്ത് മാക്സിമം ഏറ്റവും എൻഡ് വരെ നമുക്ക് ഹൈ പ്രഷർ നമുക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിന് ഇറങ്ങുന്നത് മിനിമം 2 ഇഞ്ചെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റാൻഡും കൂടി വെക്കുകയാണെങ്കിൽ, അതായത് അത്യാവശ്യം പ്രഷർ വരുന്നുണ്ടെങ്കിൽ കൂടിയും ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന റെയിൻ ഷവറിലാണെങ്കിൽ കൂടി ഹൈ പ്രഷർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്ന ഹൈ പ്രഷർ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്തു. ഇനി നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഹൈ പ്രഷർ തന്നെ ഒട്ടും തന്നെ പ്രഷർ പമ്പ് കാര്യങ്ങൾ ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ ഹൈ പ്രഷർ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ എല്ലാ ടാപ്പിലും നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks